ദീനിനെ മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അവസാന കാലഘട്ടത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് കൽ ഖാബിളി അലൽ ജംരി, കൈവെള്ളയിൽ തീക്കനലിട്ട് ജീവിക്കുന്നത് പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എക്സാക്റ്റ് കറക്റ്റാണ് അല്ലേ? ആണ്. നമ്മൾ ദീന് മാത്രം മുറുകെ പിടിച്ചിരിക്കുക, നമ്മൾ സെക്കൻഡറി. ആ ഒരു ദുനിയാവ്, ആ ഒരു ലോകം തിരിഞ്ഞിട്ടില്ല. എങ്ങനെ ചങ്ങായി ഇന്നത്തെ കാലത്ത് അങ്ങനെ കല്യാണം നടത്തുക, എങ്ങനെ ചങ്ങായി ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ജീവിക്കുക? അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയൊക്കെ കേൾക്കൂട്ടോ, ഇങ്ങനെയൊക്കെ കേൾക്കും, പക്ഷേ ജീവിക്കണോ? കൈവെള്ളയിൽ തീക്കനലിട്ടിട്ട് നീ എങ്ങനെ നടക്കും? അതുപോലെ അത്രയും പേടിൽ സൂക്ഷ്മതയിൽ നീ ജീവിക്കണം. അങ്ങനെ നീ ജീവിച്ചാൽ നിനക്ക് സ്വർഗ്ഗമുണ്ട്. കാലത്തിന്റെ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ ഒഴുകാൻ പോകുന്ന ഒരു സംഭവമല്ല പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, നീ എന്ത് ചെയ്യണം? ഒരു ആബിറു സബീൽ, അഥവാ ഒരു 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 റോഡ് മുറിച്ച് കിടക്കുന്ന ഒരു വഴിയാത്രക്കാരനെ പോലെ നീ ദുനിയാവിൽ ജീവിക്കണം. എന്താ റോഡ് മുറിച്ച് കിടക്കുന്ന ആളുടെ പ്രത്യേകത? വളരെ സൂക്ഷ്മത വേണം, വളരെ സൂക്ഷ്മത വേണം. അവിടുന്ന് വല്ല വണ്ടി വരുന്നുണ്ടോ, ഇവിടുന്ന് വല്ല വണ്ടി വരുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. ഇങ്ങനെ റോഡ് മുറിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നല്ല രസമുള്ളൊരു വണ്ടി ഇങ്ങനെ വരുന്നുണ്ട്, നല്ലൊരു അത്യാഡംബരമായൊരു വണ്ടി. കണ്ടാൽ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. റോഡിൻ്റെ നടുമധ്യത്തിൽ നിന്ന് ആ വണ്ടി ഇങ്ങനെ നോക്കി നിന്നാൽ എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും അവസ്ഥ? വേഗം പാസ് ചെയ്യുക. നമുക്ക് എന്ത് ലക്ഷ്യം? ഈ റോഡ് മുറിച്ച് അപ്പുറത്തോട്ട് എത്തണം. അപ്പോൾ അപ്പുറത്തൂടെ വരുന്ന വണ്ടി, ഇപ്പുറത്തിലൂടെ വരുന്ന വണ്ടി, ഇതൊന്നും നോക്കി നിന്നാൽ ശരിയാവില്ല. നമുക്ക് അപ്പുറത്തോട്ട് പോകണം. ദുനിയാവ് ഇങ്ങനെ പാസ് ചെയ്ത് പോകേണ്ടതാ. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് പലതും കാണും, പല വണ്ടിയും വരും, നമ്മളെ മോഹിപ്പിക്കുന്ന പലതും വരും. ആ മോഹിപ്പിക്കുന്നതിൽ നിന്നൊക്കെ മാറി നമ്മുടെ ലക്ഷ്യം റോഡ് ക്രോസ് ചെയ്യലാണ്, നമ്മുടെ ലക്ഷ്യം മരണത്തിലോട്ട് എത്തലാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയണം. അപ്പോഴാണ് നമ്മൾ വലിയ രൂപത്തിലുള്ള എന്താവുകയുള്ളൂ? വിജയിൽ ഉൾപ്പെടുകയുള്ളൂ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പുതുവർഷമാണല്ലോ വരുന്നത്. പുതുവർഷം വരിക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് ആഘോഷിക്കാനുള്ളതല്ല, അത് നമുക്ക് ചിന്തിക്കാനുള്ളതാണ്, തിരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞൊരു വർഷത്തെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വേണ്ടാത്ത ശീലങ്ങളെ തിരുത്താൻ കഴിയണം, പുതിയ ശീലങ്ങളെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ കഴിയണം. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, ഇങ്ങനെ വർഷങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി മറയുന്നതിൽ വിശ്വാസികളായ മനുഷ്യർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പം ഇങ്ങനെ വർഷം മറിയുമ്പോൾ അൽഹംദുലില്ലാ. എന്തിനാ അൽഹംദുലില്ലാ എന്ന് പറയുന്നത്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഒരു വർഷം കൂടി എനിക്ക് നൽകി. എന്നാൽ ഇതേ സമയത്ത് തന്നെ വേറൊന്നും ചിന്തിക്കണം. എന്ത്? മരണത്തിലോട്ടുള്ള ദൂരം കുറഞ്ഞു. 50 വയസ്സിലാണ് മരണത്തെ രേഖപ്പെടുത്തിയതെങ്കിൽ 40 വയസ്സിന് കഴിഞ്ഞെങ്കിൽ ഇനി 10 വയസ്സ് മാത്രം, 10 വർഷം മാത്രം മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം ഉള്ളൂ. കഴിഞ്ഞു. ഇത്ര കിട്ടിയ വർഷത്തോളം ഇനി കിട്ടുമോ? ഉറപ്പില്ല. കഴിഞ്ഞു. അവ ചിന്തിക്കേണ്ട സമയമായി. ഒരു ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ പടക്കം പൊട്ടിച്ച് അങ്ങനെ ആഘോഷിക്കാനുള്ളതല്ല. കഴിഞ്ഞല്ലോ റബ്ബേ, ഇനി മരണത്തിലോട്ട് എത്രയേ ഉള്ളൂ? കഴിഞ്ഞു. ആയുസ് കുറഞ്ഞു വരിക. എന്തുണ്ടാക്കി? ഒന്ന് തിരിഞ്ഞിങ്ങനെ നോക്കി. എന്തുണ്ടാക്കി? ഒന്നും ഉണ്ടാക്കിയില്ല. ഒരു വീടൊക്കെ ഉണ്ട്, പക്ഷെ വീടുകൊണ്ട് എന്താ കാര്യം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 50 വർഷത്തിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കിടന്ന മുറിയിൽ ആരായിരിക്കും കിടക്കുന്നുണ്ടാവുക? നമ്മളിന്ന് ഉണ്ടാക്കി വെച്ച നമ്മുടെ വീട്, കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച നമ്മുടെ വീട്ടിൽ ഒരു 50 വർഷത്തിന് ശേഷം നമ്മുടെ റൂമിൽ ആരാ കിടക്കുന്നുണ്ടാവുക? നമ്മൾ കാണാത്ത മനുഷ്യരായിരിക്കും അല്ലേ? ആണ് നമ്മുടെ പേരക്കുട്ടികളോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. നമ്മൾ കണ്ടിട്ടുണ്ടാവുമോ? ഇല്ല. അവരായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. ഒന്നും നമുക്ക് എന്തല്ലല്ലോ, പെർമനൻ്റ് അല്ലല്ലോ, ഒക്കെ പാസ് ചെയ്ത് പോകാനുള്ളതാണ്. അപ്പോൾ ഒരു പുതുവർഷം വരിക എന്നുള്ള സമയത്ത് നമ്മൾ ചിന്തിക്കണം, പോവാനായി, യാത്രക്കുള്ള സമയം എന്ത് ചെയ്തു? അടുത്തു. ഇനി പോവാനായി, കുറച്ച് കാലം കൂടെ ഉള്ളൂ. കിട്ടിയ കാലം എങ്ങനെയായെന്ന് എനിക്കറിയാലോ. അപ്പോൾ ഇനി തിരുത്തലുകൾ കൊണ്ടുവരണം, പുതിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം, നമ്മുടെ ചുറ്റുപാടുകളെ നന്നാക്കണം. കാലഘട്ടം മോശമാണ് എന്ന് പറയരുത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടിയും ഇവിടെ ജനിക്കുന്നത് നല്ല കുഞ്ഞായിട്ടാണ്. എല്ലാ കുഞ്ഞും ഇവിടെ ജനിക്കുന്നത്. സാഹചര്യങ്ങളാണ് മോശമാക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരാൾ ഒരു സംസാരത്തിൽ പറയുന്നുണ്ട്, ഒരു കുട്ടി ജനിച്ചിട്ട് 10 വർഷം കുട്ടി കുപ്പത്തൊട്ടിൽ ജീവിച്ചു. അതായത് നായകൾ, ആ നായകളുടെ കൂടെ ജീവിച്ചു. 10 വർഷം കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനൊരു മനുഷ്യൻ കണ്ടു. ഒരു മനുഷ്യൻ കണ്ട് ആ കുഞ്ഞിനോട് സംസാരിച്ചപ്പോൾ ആ കുഞ്ഞ് തിരിച്ചു കുരച്ചു കൊടുത്തു എന്ന്. അത് ഉണ്ടായ സംഭവമല്ല, ഒരു തിയറി പറയാം. 10 വർഷം നായകളോടൊപ്പം ജീവിച്ചപ്പോൾ ആ കുട്ടി പിന്നെ 10 വർഷം കഴിഞ്ഞപ്പോൾ എങ്ങനെ സംസാരിച്ചത്?
കുറച്ചു നായയുടെ പോലെ സംസാരിച്ചു എന്ന് ഒരു എഴുത്തിൽ പറയുന്ന സംഭവമാണ്. ചിന്തിക്കേണ്ട കാര്യമാണ്. എങ്ങനെയാണോ നമ്മുടെ അറ്റ്മോസ്ഫിയർ വരുന്നതെങ്കിൽ, നമ്മുടെ ചുറ്റുപാട് വരുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാവുക. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹലീമ ബീവിൻ്റെ അടുക്കിലേക്ക് പാലൂട്ടാൻ വിട്ടുകൊടുത്തത് എന്തിനാ? അവിടുത്തെ ഒരു ജീവിത ശൈലിയും നല്ല ഫസീഹായ അറബിയും മറ്റൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ലക്ഷ്യം കൂടെ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ ചുറ്റുപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇനിയുള്ളൊരു വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ മക്കളുടെ, നമ്മുടെ കുടുംബത്തിൻ്റെ ചുറ്റുപാടുകളിൽ നല്ലൊരു മാറ്റം നമ്മൾ കൊണ്ടുവരണം. അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു മാറ്റം നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. മോശപ്പെട്ട കാര്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു വർഷം തൊട്ട് അതില്ല കേട്ടോ, ന്യൂ ഇയർ പ്രമാണിച്ചത് ഒഴിവാക്കി എന്ന് തീരുമാനിക്കുക. അതുപോലെ ഒന്നാണ് സാമ്പത്തികമായ വിഷയത്തിൽ നല്ല ഒരു പ്ലാനിങ് നമുക്കുണ്ടാവണം. സാമ്പത്തികമായ വിഷയത്തിൽ നല്ലൊരു പ്ലാനിങ് നമുക്കുണ്ടാവണം, നിർബന്ധമായിട്ടും കൊണ്ടുവരണം. ഈ ന്യൂ ഇയർ തൊട്ട്, ഈ പുതുവർഷം തൊട്ടിട്ട് നമ്മുടെ സാമ്പത്തിക ചുറ്റുപാടിലുള്ള ഒരു വിഷയത്തിലുള്ള ഒരു പ്ലാനിങ് വരണം. പ്രധാനമായിട്ടും 4 വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധിക്കാനുള്ളത്. 4 രൂപത്തിലാണ് സമ്പത്തിനെ കാര്യമായിട്ട് ചിലവഴിക്കാനുള്ളത്. 1 ഇൻഫാഖാണ്, 2 എന്താണ്? ഇസ്രാഫാണ്, 3 എന്താണ്? തബ്ദീറാണ്, 4 എന്താണ്? ഇക്റാമാണ്. എന്താണ് ഇത്? ഈ 4 നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കണം. എന്താണ് ഇൻഫാഖ് എന്ന് പറഞ്ഞാൽ? ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ളത് ചെലവഴിക്കുക. 10 രൂപ ചെലവഴിക്കേണ്ട ഒരു സ്ഥലത്ത് 10 രൂപ ചെലവഴിക്കുക. 1000 രൂപ ചെലവഴിക്കേണ്ട ഒരു സമയത്ത് 1000 രൂപ ചെലവഴിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പിശുക്ക് കാണിക്കാൻ പാടില്ല. ചെലവഴിക്കേണ്ട സമയത്ത് ചെലവഴിക്കേണ്ടത് കാണിക്കുക. ഇൻഫാഖ് ഉണ്ടാവുക. ഇസ്രാഫ് എന്ന് പറയുന്നുണ്ട്. എന്താ ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം ആവശ്യത്തിലധികം ചെലവഴിക്കുക. ആവശ്യമുള്ള സ്ഥലമാണ്, പക്ഷേ ആവശ്യത്തിലധികം ചെലവഴിക്കുക. 10 രൂപ ചെലവഴിക്കേണ്ട സ്ഥലത്ത് 20 രൂപ ചെലവഴിക്കുക, 11 രൂപ ചെലവഴിക്കുക. 1000 രൂപ ചെലവഴിക്കേണ്ട സ്ഥലത്ത് 10000 രൂപ ചെലവഴിക്കുക. അങ്ങോട്ട് ആർഭാടം കാണിക്കുക, പൊട്ടിക്കുക, അങ്ങോട്ട് കാണിക്കന്നെ. ഇത് ഒഴിവാക്കേണ്ട ശീലമാണ് ഇസ്രാഫ്, ദൂർത്ത്. അപ്പോൾ ഇൻഫാഖ് വേണം. ഇൻഫാഖ് മനസ്സിലായില്ലേ? ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ള ചെലവഴിക്കുക. പിശുക്ക് കാണിക്കാൻ പാടില്ല. ലുബദ് ഇസ്ലാം തീരെ പ്രോത്സാഹിപ്പിക്കാത്തൊരു സംഭവമാണ്. അതുപോലെ രണ്ടാമത്തെ ഇസ്രാഫ്. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യമുള്ള സ്ഥലമാണ്, പക്ഷേ ആവശ്യത്തിലധികം ചിലവഴിക്കാതിരിക്കുക. മൂന്നാമത്തെ കാര്യം എന്താണ്? തബ്ദീർ. അനാവശ്യമായതിന് ചെലവഴിക്കാതിരിക്കുക. ഹറാമായൊരു കാര്യത്തിൽ ചെലവഴിക്കാതിരിക്കുക. ഹറാമാണോ? ആ കാര്യത്തിലൊരു ഹൈറില്ലേ? ആ കാര്യം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? അത് ഒഴിവാക്കുക. അതിനെ ചെലവഴിക്കാതിരിക്കുക, അത് ഒഴിവാക്കി കൊടുക്കുക. ഇത് ഒഴിവാക്കേണ്ട ശീലമാണ്. ഇസ്രാഫും അതുപോലെ തന്നെ തബ്ദീറും ഒഴിവാക്കേണ്ട ശീലമാണ്. ഒരിക്കലും തന്നെ ജീവിതത്തിൽ ഉണ്ടാകാൻ പറ്റാത്തൊരു ശീലമാണ്. അപ്പോൾ സാമ്പത്തിക ഭദ്രത വരും. മറ്റൊന്ന് ഇക്റാമാണ്. ദീനിൻ്റെ കാര്യങ്ങൾക്ക്, അതുപോലെ ഉപ്പൻ്റെ ഉമ്മൻ്റെ കാര്യങ്ങൾക്ക്, ഉസ്താദന്മാരുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു ബഹുമാനപൂർവ്വം ചെലവഴിക്കുക. അവിടെ പിന്നെ പരിധിയില്ല, അവിടെ എത്രയും കൊടുക്കാം. ഉമ്മാക്കുപ്പാക്കും എത്ര കൊടുത്താലും മതിയാവില്ല, എത്രയും കൊടുക്കാം. ദീനിൻ്റെ കാര്യത്തിന് എത്രയും കൊടുക്കാം, ഒന്നും മതിയാവില്ല. ഈ 4 ഒരു ഫിനാൻഷ്യൽ തിയറികൾ ജീവിതത്തിൽ ഉണ്ടാവണം. ഇതിൽ ഇക്റാമിനെയും ഇൻഫാഖിനെയും നമ്മുടെ ജീവിതത്തിൽ വേണം. ആവശ്യമുള്ള സമയത്ത് ചെലവഴിക്കുക, നല്ല കാര്യങ്ങൾക്ക് പരിധിയില്ലാതെ കൊടുക്കുക. ഇസ്രാഫും തബ്ദീറും ജീവിതത്തിൽ നിന്ന് ഒഴിവാകും വേണം. പുതുവർഷത്തിലെടുക്കേണ്ട നല്ലൊരു തീരുമാനമാണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ നിങ്ങൾ ഈ ഒരു വർഷം ജീവിച്ചു നോക്കിയും നമുക്കിങ്ങനെ ഒരു വർഷം ജീവിച്ചു നോക്കാം. നമ്മുടെ കടങ്ങൾ കുറേ കുറയും. സാമ്പത്തികമായ ഒരു അസ്തിത്വമൊക്കെ നമുക്ക് വരും. അതുകൊണ്ട് ഈ രൂപത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.